ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എക്സ്പെക്ടോറൻറ്റ് അപ്പോൾ ചുമയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുന്നു എന്നൊരു ബന്ധമുണ്ട് കേട്ടോ. സോ എന്താ എക്സ്പെക്ടോറൻറ്റ് ആർ ദ ഏജന്റ് ദാറ്റ് എയ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് മ്യൂക്കസ് ഓർ സ്പൂട്ടം ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്, ടിപ്പിക്കലി ബൈ പ്രൊമോട്ടിംഗ് കഫ്. അപ്പോൾ ചുമ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള മ്യൂക്കസിനെയോ സ്പ്യൂട്ടത്തിനെയോ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നുള്ളതാണ് എക്സ്പെക്ടോറൻറ്റ് ചെയ്യുന്നത്. സോ എക്സ്പെക്ടോറൻറ്റ് രണ്ട് തരത്തിലുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ചില ചുമ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരും അല്ലെങ്കിൽ ഉറക്കം വരും അല്ലേ, അതിനെയാണ് നമ്മൾ സെഡേറ്റീവ് എക്സ്പെക്ടോറൻറ്റ് എന്ന് പറയാം. സോ ദീസ് ഏജന്റ് എക്സേർട്ട് എ കാം എഫക്ട് ഓൺ റെസ്പിറേറ്ററി ട്രാക്ട്, ഹെൽപ്പിംഗ് ടു സൂത്ത് ഇറിറ്റേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് മ്യൂക്കസ് എക്സ്പെൽഷൻ. സോ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ റെസ്പിറേറ്ററി ട്രാക്ടിനെ ഒന്ന് പയ്യെ എന്ത് ചെയ്യുന്നു, കാം ചെയ്യിപ്പിക്കുന്നു, റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് പുറത്തേക്ക് മ്യൂക്കസ് എക്സ്പെൽ ചെയ്യുന്നു. സോ ബേസിക്കലി ഈ എക്സ്പെക്ടോറൻറ്റുകൾക്ക് ചെറിയ ഉറക്കം നമുക്ക് ഉണ്ടാവും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈ സ്റ്റിമുലന്റ് എക്സ്പെക്ടോറൻ്റ് ആണ്. ഇത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, മ്യൂക്കസ് മെമ്പറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, കഫ് ഉണ്ടാക്കി നമ്മുടെ എയർവേ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് തള്ളുന്ന രീതിയാണ് സ്റ്റിമുലന്റ് എക്സ്പെക്ടോറൻറ്റ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ട്, സെഡേറ്റീവ് ഉണ്ട്, സ്റ്റിമുലന്റ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് അമോണിയം ക്ലോറൈഡ് ആണ്, NH4Cl ആണ്. സോ സിന്തസൈസ് ബൈ റിയാക്ടിങ് അമോണിയ ഗ്യാസ് വിത്ത് സോഡിയം ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ എന്തൊക്കെയാണ്, അമോണിയം ഗ്യാസും HCl വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അമോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത്. പ്രോപ്പർട്ടീസ് കളർലെസ് ക്രിസ്റ്റൽ ആണ്, വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡർ എന്ന് പറയാം. സോ പ്യൂരിറ്റി നമ്മൾ നോക്കുന്നത് വേരിയസ് ടെസ്റ്റ് ഇൻക്ലൂഡിങ് അപ്പിയറൻസ് ഓഫ് സൊല്യൂഷൻ, സൾഫേറ്റ്, pH. അത് നമ്മൾ അമോണിയം ക്ലോറൈഡിന്റെ പ്യൂരിറ്റി നമ്മൾ നോക്കുന്നത് എന്താണ്, ഒന്ന് സൊല്യൂഷന്റെ അപ്പിയറൻസ് നോക്കുക, പിന്നെ സൾഫേറ്റിന്റെ കണ്ടന്റ് ഉണ്ടോ നോക്കുക, pH ബാലൻസ്ഡ് ആണോ നോക്കും. സോ അസേ ആണെങ്കിൽ കണ്ടക്റ്റഡ് ത്രൂ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ. സോ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണ് നമ്മൾ അസേ ചെയ്യുന്നത്. സോ മെഡിസിൻ യൂസ് എക്സ്പെക്ടോറൻറ്റ് തന്നെയാണ് കേട്ടോ. സ്റ്റോറേജ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്, ലൈറ്റും മോയ്സ്ചറും അവിടെ തട്ടാൻ പാടില്ല. സോ അമോണിയം ക്ലോറൈഡിന് ക്ലോറിൻ എന്നും പറയാറുണ്ട് കേട്ടോ, സിനോണിം ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം അയഡ്, KI ആണ്. സോ പ്രിപ്പയർ ചെയ്യുന്നത് അയഡിൻ ഗ്യാസും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ്. പ്രോപ്പർട്ടീസ് കളർലെസ് ക്രിസ്റ്റൽ ഓർ വൈറ്റ് പൗഡർ, ഓർഡർലെസ് ആണ്. പ്യൂരിറ്റി ആണെങ്കിൽ അയോഡേറ്റിന്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട്, സൊല്യൂഷൻ അപ്പിയറൻസ് നോക്കും, ആൽക്കലിറ്റി നോക്കുക, ഇതൊക്കെയാണ്. അസേ ചെയ്യുന്നത് ഐഡോമെട്രിക് ടൈട്രേഷൻ. സോ അയഡിൻ ആയതുകൊണ്ട് തന്നെ ഐഡോമെട്രിക് ടൈട്രേഷൻ ആണ് ചെയ്യുന്നത്. സോ മെഡിസിൻ യൂസ് എക്സ്പെക്ടോറൻ്റ് ആണ്, ലൈറ്റും മോയ്സ്ചറൊന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇതൊക്കെ ഡ്രഗൊക്കെ ജസ്റ്റ് ബേസിക് കാര്യമാണ്, നിങ്ങളത് പഠിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ, അധികം ടൈം എടുക്കുന്നില്ല. 2 ഡ്രഗ് മാത്രമേ നമുക്ക് സിലബസിൽ മെൻഷൻഡ് ഉള്ളൂ. ആ 2 പറ്റി പഠിക്കുക, പിന്നെ റെഫറൻസ് നോട്ട് നന്നായിട്ടൊന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത്രയും പോയിന്റ്സ് നിർബന്ധമായും എക്സാമിൽ ഉണ്ടായിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം, ബൈ.